ഈ വീഡിയോയിൽ നമുക്ക് ജനറൽ ഇൻഷുറൻസ് കമ്പനീസിൻ്റെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രിപ്പറേഷനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാം. നമ്മൾ ലൈഫ് ഇൻഷുറൻസ് കമ്പനിയുടെ P&L അക്കൗണ്ട് ഓൾറെഡി പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞു. സെയിം വേ തന്നെയാണ്, പ്രത്യേകിച്ച് മാറ്റമൊന്നുമില്ല. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്ന് പറയുന്നത് എന്ത് വെച്ചാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്? ലൈഫ് ഇൻഷുറൻസ് ബിസിനസ്സിലായിരുന്നപ്പോഴത്തേക്കും സർപ്ലസ് ഡെഫിസിറ്റ് വെച്ച് സ്റ്റാർട്ട് ചെയ്യും. ഇവിടെ അതുപോലെ തന്നെ റവന്യൂ അക്കൗണ്ടിൽ നിന്നും ലഭിച്ച ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ലോസ് വെച്ചിട്ടാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിനുശേഷം അത് ഇൻകംസും എക്സ്പെൻസും, ജനറൽ ആയിട്ടുള്ള ഇൻകവും എക്സ്പെൻസും എല്ലാം റെക്കോർഡ് ചെയ്യുക. പിന്നീട് പ്രോഫിറ്റ് ഫോർ ദി ഇയർ കിട്ടും. അതിൽ നിന്നും ടാക്സ് ഡിഡക്റ്റ് ചെയ്യുക. പിന്നീട് അപ്രോപ്രിയേഷൻസ് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യുക. ഷെഡ്യൂൾസ് ഒന്നും തന്നെ വേണ്ട നമുക്ക് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രിപ്പറേഷനിൽ. ഒരു ക്വസ്റ്റ്യൻ നമുക്ക് സോൾവ് ചെയ്യാം. ആദ്യം ഞാൻ ക്വസ്റ്റ്യൻ ഒന്ന് വായിക്കാം. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഇല്ലുസ്ട്രേഷൻ 15 ആണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. So the profit and loss account, we are asked to prepare the profit and loss account of South Indian General Insurance Company for the year ended 31st March 2017. കുറേ ഇൻഫർമേഷനൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. P&L അക്കൗണ്ട് എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യുന്ന അറിയാമല്ലോ. begins with the operating profit or loss as revealed by revenue account. അതിനുശേഷം ഇൻകം, അതായത് ജനറൽ ആയിട്ടുള്ള ഇൻകംസും എക്സ്പെൻസുകളും കാണും. അതിവിടെ തന്നിട്ടുണ്ടാവും. അതിനെ ഐഡൻറ്റിഫൈ ചെയ്ത് പാർട്ട് എയിൽ ഇൻകവും പാർട്ട് ബിയിൽ എക്സ്പെൻസിനെ അറേഞ്ച് ചെയ്യുക. അതിനുശേഷം പ്രോഫിറ്റ് കണ്ടെത്തിയതിന് ശേഷം ടാക്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യുക. പിന്നീട് അപ്രോപ്രിയേഷൻസും അഡ്ജസ്റ്റ് ചെയ്ത് പോവുക. ദെൻ വി വിൽ ഗെറ്റ് ദ റിമൈനിങ് പ്രോഫിറ്റ് വിച്ച് ഷുഡ് ബി ട്രാൻസ്ഫേർഡ് ടു ദി ബാലൻസ് ഷീറ്റ് under the heading reserves and surplus, അതായത് ഷെഡ്യൂൾ 6. സോ ഫസ്റ്റ് ഐറ്റം ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ഓർ ലോസ് തന്നിട്ടുണ്ട്. ഇത് നമുക്ക് റവന്യൂ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്തപ്പോൾ കിട്ടിയതാണ്. ദാറ്റ് ഇസ് 5,000 എന്ന് പറയുന്നത് ആഫ്റ്റർ സ്ട്രൈക്കിംഗ് ഓഫ് 3 zeros. അപ്പോൾ അത് ഓർമ്മ വെച്ചോണേ. ഇവിടെ ജനറൽ ഇൻഷുറൻസ് കമ്പനിക്ക് 2 ഇൻഷുറൻസ് അവർ ഡീൽ ചെയ്യുന്നുണ്ട്. ഫയർ ഇൻഷുറൻസും ഉണ്ട്, മെറൈൻ ഇൻഷുറൻസും ഉണ്ട്. അപ്പോൾ ഫയർ ഇൻഷുറൻസിൽ നിന്നും 5,000 ആണ് പ്രോഫിറ്റ് ആയിട്ട് ലഭിച്ചിരിക്കുന്നത്. മെറൈൻ ഇൻഷുറൻസിൽ നിന്നും 6,000. ഇതാണ് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ്. നെക്സ്റ്റ് ഇൻട്രസ്റ്റ്, ഡിവിഡൻഡ് ആൻഡ് റെൻറ്റ്. ദിസ് ഇസ് എൻ ഇൻകം. 750 rupees തന്നിട്ടുണ്ട്. അത് പാർട്ട് എയിൽ എഴുതേണ്ടതാണ്. ദെൻ പ്രോഫിറ്റ് ഓൺ സെയിൽ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ്, അതും പാർട്ട് എയിൽ ഇൻക്ലൂഡ് ചെയ്യാവുന്നതാണ്. ദെൻ പ്രോഫിറ്റ് ഓൺ റീവാലുവേഷൻ ഓഫ് ഫിക്സ്ഡ് അസെറ്റ്, പാർട്ട് എയിൽ ഇൻകം ആയിട്ട് വരുന്നതാണ്. ദെൻ ലോസ് ഓൺ റീവാലുവേഷൻ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ്, അത് പാർട്ട് ബിയിൽ എക്സ്പെൻസിൻ്റെ അണ്ടറിൽ കാണിക്കാം. ജനറൽ അഡ്മിനിസ്ട്രേഷൻ എക്സ്പെൻസും എക്സ്പെൻസിൻ്റെ അണ്ടറിൽ. ഡിപ്രിസിയേഷൻ ഓഫ് ഓഫീസ് ഫർണിച്ചർ ആൻഡ് എക്യുപ്മെൻറ്റ്, അതും എക്സ്പെൻസിൻ്റെ അണ്ടറിൽ. ദെൻ പ്രോഫിറ്റ് ആൻഡ് ലോസ് ബാലൻസ് ഉണ്ട്. ലാസ്റ്റ് ഇയറിൽ റിമൈനിങ് പ്രോഫിറ്റ് 120 ഉണ്ട്. പിന്നീട് അഡ്ജസ്റ്റ്മെൻറ്റിൽ എന്തൊക്കെ പറയുന്നത് നോക്കാം. ഇറ്റ് ഈസ് പ്രപ്പോസ് ടു ട്രാൻസ്ഫർ 1 lakh ടു ജനറൽ റിസർവ്. അപ്പോൾ 1 lakh എന്നുള്ളതിൽ ഓർത്തിരിക്കേണ്ട കാര്യം, നമ്മൾ ഈ തന്നിരിക്കുന്നിടത്ത് നിന്ന് 3 zeros സ്ട്രൈക്ക് ഓഫ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിന്നും നിങ്ങൾ ചെയ്യാൻ നേരം 3 zeros സ്ട്രൈക്ക് ഓഫ് ചെയ്തിട്ടേ ചെയ്യാവുള്ളൂ കേട്ടോ. ഇവിടെ എന്തൊക്കെ തന്നിട്ടുണ്ട് അതിൽ നിന്നെല്ലാം 3 zeros സ്ട്രൈക്ക് ഓഫ് ചെയ്തതിന് ശേഷമുള്ള ഫിഗേഴ്സ് യൂസ് ചെയ്യാൻ പാടുള്ളൂ. സോ ഇറ്റ് ഈസ് പ്രപ്പോസ് ടു ട്രാൻസ്ഫർ 1 lakh ടു ജനറൽ റിസർവ്. ഇപ്പോൾ എവിടുന്ന പ്രോഫിറ്റിൽ നിന്ന് 1,000 എടുത്തിട്ട് ജനറൽ റിസർവിലോട്ട് മാറ്റണം. പിന്നീട് ആഫ്റ്റർ മേക്കിംഗ് പ്രൊവിഷൻ ഫോർ ഇൻകം ടാക്സ് അറ്റ് 45% ആൻഡ് ഫോർ ഡിവിഡൻഡ് അറ്റ് 15% ഓൺ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ ഓഫ് 10 lakh ആണ്. 10 lakh നിന്ന് 3 zeros സ്ട്രൈക്ക് ഓഫ് ചെയ്യണം. ഇൻകം ടാക്സ് 45%. എന്തിൻ്റെ 45% ആയിരിക്കും? ടാക്സ് എപ്പോഴും പ്രോഫിറ്റിൻ്റെ പെർസെൻറ്റേജ് ആയിരിക്കും. പ്രോഫിറ്റ് ലഭിച്ചിട്ട് അതിൻ്റെ 45% ആണ് ഇൻകം ടാക്സ് ആയിട്ട് കൊടുക്കാനുള്ളത്. പിന്നീട് ഡിവിഡൻഡ് 15% എന്ന് പറയുന്നത് ഏതിൻ്റെയാണ് എടുക്കേണ്ടത്? അത് പ്രോഫിറ്റിൻ്റെ ഒന്നും എടുക്കാൻ പാടില്ല. അത് ഷെയർ ക്യാപിറ്റലിൻ്റെ 15%. ഷെയർ ക്യാപിറ്റൽ ഇവിടെ തന്നിട്ടുണ്ട്. അത് 10 lakh എടുക്കരുത്. 10,000 ഇൻറ്റു 15% യൂസ് ചെയ്യാൻ പാടുള്ളൂ. ഇതെല്ലാം അപ്രോപ്രിയേഷൻസ് ആണ്. ഓക്കെ, നമുക്കിനി സ്റ്റാർട്ട് ചെയ്യാം. ഷെഡ്യൂളൊന്നും വേണ്ട, കാരണം പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഷെഡ്യൂളൊന്നും നമ്മൾ പ്രിപ്പയർ ചെയ്യാറില്ല. ഞാൻ ഇവിടെ ഹെഡിങ് എഴുതാൻ മറന്നു പോയിട്ടുണ്ട്. നിങ്ങൾ ഹെഡിങ് എഴുതിക്കോണം. ഫോം ബി, ഇവരുടേത് ബി ആണ് കേട്ടോ, ഫോം എ അല്ല. ഫോം എ ലൈഫ് ഇൻഷുറൻസ് കമ്പനിയുടെ ഫോമാറ്റിനായിരുന്നു നമ്മൾ ഫോം എ യൂസ് ചെയ്യുന്നത്. ഇവിടെ ഫോം ബി, പിന്നീട് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഫോർ ദി ഇയർ എൻഡഡ് എഴുതിക്കോണം. വേണമെങ്കിൽ നമുക്ക് കമ്പനിയുടെ നെയിമും കൂടെ ഇൻക്ലൂഡ് ചെയ്യാം. സോ ഫസ്റ്റ് വി ആർ ഗോയിങ് ടു അറേഞ്ച് ഇൻകംസ്. ആദ്യം എന്താണ് ഇൻകം എന്ന് എഴുതുമൊന്നും വേണ്ടത്, മനസ്സിൽ നിങ്ങൾ ഓർത്തിരുന്നാൽ മാത്രം മതി. ഇത് സ്റ്റാർട്ട്സ് വിത്ത്, ആദ്യം ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റാണ് എഴുതുക. ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് 2 എടുത്തുന്നുണ്ട്. ഫയർ ഇൻഷുറൻസ് ചെയ്യുന്നതുകൊണ്ട് മെറൈൻ ഇൻഷുറൻസ് ചെയ്യുന്നതുകൊണ്ട് ഇത് 2 ആയിട്ട് എഴുതിയിട്ടുണ്ട്. 1 by 1 ആയിട്ട് എഴുതി. ഇനി ഇൻകംസ് 1 by 1 ആയിട്ട് അറേഞ്ച് ചെയ്യുക. ഇൻകം ഫ്രം ഇൻവെസ്റ്റ്മെൻറ്റ്, അതായത് ഇൻട്രസ്റ്റ്, ഡിവിഡൻഡ് ആൻഡ് റെൻറ്റ് 750. പിന്നീട് പ്രോഫിറ്റ് ഓൺ സെയിൽ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് 200 നമ്മൾ മാർക്ക് ചെയ്തതായിരുന്നു. പിന്നീട് അതർ ഇൻകംസിന് വരുന്നതാണ് പ്രോഫിറ്റ് ഓൺ റീവാലുവേഷൻ ഓഫ് ഫിക്സ്ഡ് അസെറ്റ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇൻകമായിട്ട് നമ്മൾ മാർക്ക് ചെയ്തിട്ടുള്ളത്. അതെല്ലാം കഴിഞ്ഞു. അപ്പോൾ നമുക്ക് ടോട്ടൽ എ കിട്ടും. ടോട്ടൽ എ എന്ന് പറയുന്നത് 12,200. പിന്നെ ഓർക്കേണ്ട ഒരു കാര്യം, നിങ്ങളിവിടെ ഹെഡിങ് എഴുതുന്നതിൻ്റെ കൂടെ ഇവിടെ
ഇങ്ങനെ എഴുതണം തൗസൻഡ്സ് എന്ന്. കാരണം നമ്മൾ 3 സീറോസ് സ്ട്രൈക്ക് ഓഫ് ചെയ്തിട്ടല്ലേ എഴുതുന്നത്. അതൊന്ന് നോട്ട് ചെയ്തേക്കണം. ഇവിടെ ഞാൻ നോട്ട് ചെയ്യാൻ മറന്നുപോയി. നിങ്ങൾ ചെയ്യുമ്പോൾ അത് ചെയ്തോണേ. ഇനി അടുത്തത് എക്സ്പെൻസ് ചെയ്ത് തുടങ്ങാം. എക്സ്പെൻസ് നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. പ്രൊവിഷൻ ഫോർ റീവാലുവേഷൻ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് 400. പിന്നീട് അതർ എക്സ്പെൻസിൽ വരുന്നത് ജനറൽ ആൻഡ് അഡ്മിനിസ്ട്രേഷൻ എക്സ്പെൻസ് 75, ഡിപ്രിസിയേഷൻ ഓൺ ഓഫീസ് എക്യുപ്മെൻറ്റ് 25. വേറെ എക്സ്പെൻസ് ഒന്നും തന്നെ ഇല്ല. എക്സ്പെൻസ് എല്ലാം അവിടെ കൂട്ടിയെടുക്കുക. ദാറ്റ് ഇസ് ടോട്ടൽ ബി 500 കിട്ടി. ഇനി എന്താണ് പ്രോഫിറ്റ് കണ്ടുപിടിക്കുക. അതായത് പ്രോഫിറ്റ് ബിഫോർ ടാക്സ്. ടോട്ടൽ ഓഫ് എ മൈനസ് ടോട്ടൽ ഓഫ് ബി. അതായത് 12,100 മൈനസ് 500 ദാറ്റ് ഇസ് 11,600. ദാറ്റ് ഇസ് പ്രോഫിറ്റ് ബിഫോർ ടാക്സ്. ടാക്സ് പേ ചെയ്യുന്നതിന് മുന്നേ ഉള്ള പ്രോഫിറ്റാണ്. ഇനി എന്താണ് ടാക്സിന് പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്യണം. നമ്മളിതിൽ കുറച്ച് പെർസെൻറ്റേജ് എന്തായിട്ട് കൊടുക്കേണ്ടി വരും? ടാക്സ് ആയിട്ട് കൊടുക്കേണ്ടി വരും. അത് ക്വസ്റ്റനിൽ പറയുന്നുണ്ടല്ലോ 45% ആണെന്ന്. സോ ലെസ് പ്രൊവിഷൻ ഫോർ ടാക്സ്. എന്തിൻ്റെയാണ്? പ്രോഫിറ്റിൻ്റെ. നമുക്ക് ലഭിച്ച പ്രോഫിറ്റ് എന്ന് പറയുന്നത് 11,600ൻ്റെ 45%, ദാറ്റ് ഇസ് 5,520. അങ്ങനെ നമ്മുടെ പ്രോഫിറ്റ് കുറഞ്ഞു. ടാക്സ് കൊടുത്തപ്പോഴത്തേക്കും അല്ലെങ്കിൽ ടാക്സിന് പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്തപ്പോൾ നമ്മുടെ പ്രോഫിറ്റ് അത്രയും കണ്ട് കുറഞ്ഞു. അതായത് 5,220 റുപ്പീസ് കുറഞ്ഞു. അങ്ങനെ റിമൈനിങ് പ്രോഫിറ്റ് എത്രയേ ഉള്ളൂ? 11,600 മൈനസ് 5,220 ദാറ്റ് ഇസ് 6,380. ഇതിനെ നമ്മൾ പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് എന്നാണ് പറയുക. ഓക്കെ, പിന്നെ പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് കിട്ടി. ഇനി എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ ലൈഫ് ഇൻഷുറൻസിലാണെന്നുണ്ടെങ്കിൽ അപ്രോപ്രിയേഷൻ അണ്ടറിലാണ് എഴുതുന്നത്. പക്ഷേ ഇവിടെ ഒരു ചെറിയ മാറ്റമുണ്ട്. പ്രീവിയസ് ഇയേഴ്സ് പ്രോഫിറ്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് കഴിയുന്ന ഉടനെ ബ്രോ ഡൗൺ ചെയ്യണം. ഓക്കെ, പക്ഷേ ലൈഫ് ഇൻഷുറൻസിൽ അങ്ങനെയല്ല. നമ്മൾ അപ്രോപ്രിയേഷൻ ചെയ്യുന്ന സമയത്തായിരുന്നു അതിനെ ബ്രോ ഡൗൺ ചെയ്യുന്നത്. ആ ഒരു ചെറിയ വ്യത്യാസമേ ഉള്ളൂ കേട്ടോ. സോ സർപ്ലസ് ബ്രോഡ് ഫോർവേഡ് ഫ്രം ബാലൻസ് ഷീറ്റ്. ബാലൻസ് ഷീറ്റിൽ തന്നിട്ടുണ്ട് 120. അങ്ങനെ നമ്മുടെ പ്രോഫിറ്റ് എത്ര? ഈ വർഷത്തെ പ്രോഫിറ്റായി 6,380. കഴിഞ്ഞ വർഷത്തിൽ നിന്ന് ബ്രോഡ് ഡൗൺ ചെയ്ത് 120. അങ്ങനെ ടോട്ടൽ പ്രോഫിറ്റ് 6,500 ഉണ്ട്. ഇനിയാണ് എന്ത് ചെയ്യേണ്ടത്? അപ്രോപ്രിയേഷൻ. പ്രോഫിറ്റിൽ നിന്ന് നമ്മൾ എന്തെങ്കിലുമൊക്കെ മാറ്റി വെക്കുന്നുണ്ടോ എന്ന് ക്വസ്റ്റനിൽ പറയുന്നുണ്ടല്ലോ. ട്രാൻസ്ഫർ ടു ജനറൽ റിസർവ് എത്രയാണ്? 100. അത് ജനറൽ റിസർവ് എന്ന് പറഞ്ഞ് തന്നിരുന്നത് ഇങ്ങനെയാണ്. 1 lakh എന്നാണ് തന്നിരുന്നത്. അതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്തു? 3 സീറോസ് കട്ട് ചെയ്തിട്ട് ബാക്കി 100 ആണ് എടുത്തേക്കുന്നത്. ഓക്കെ, അങ്ങനെ ജനറൽ റിസർവിലോട്ട് 100. പിന്നെ പ്രൊപ്പോസ്ഡ് ഫൈനൽ ഡിവിഡൻഡ്, അതായത് ഷെയർ ക്യാപിറ്റലിൻ്റെ 15% ഡിവിഡൻഡ് കൊടുക്കണം എന്ന് പറഞ്ഞിട്ടില്ലായിരുന്നോ? അപ്പോൾ ഷെയർ ക്യാപിറ്റൽ എന്ന് പറയുന്നത് 10 lakh എന്നാണ് തന്നിരുന്നത്. ഞാൻ 10 lakhിൽ നിന്ന് 3 സീറോസ് കട്ട് ചെയ്തു. എന്നിട്ട് 10,000ൻ്റെ 15%. 10,000ൻ്റെ 15% ആണ് നമ്മളിവിടെ എഴുതിയിരിക്കുന്നത് 150 റുപ്പീസ്. ഓക്കെ, അങ്ങനെ ഇത്രയും 2 ഐറ്റംസേ നമ്മൾ മാറ്റിയിട്ടുള്ള പ്രോഫിറ്റിൽ നിന്നും. അതായത് 6,500ൽ നിന്നും എന്തൊക്കെ നിങ്ങൾ ഡിഡക്റ്റ് ചെയ്യണം? 6,500 ഉണ്ടായിരുന്ന പ്രോഫിറ്റ്, അതിൽ നിന്നും 100ഉം പോയി 150ഉം പോയി. ബാലൻസ് കമ്പനിയുടെ കയ്യിൽ തന്നെ ഉണ്ട്, ജനറൽ ഇൻഷുറൻസ് കമ്പനിയുടെ കയ്യിലുണ്ട്. ദാറ്റ് ഈസ് പ്രോഫിറ്റ് ക്യാരി ഫോർവേഡ് ടു ബാലൻസ് ഷീറ്റ് ആൻഡ് ദാറ്റ് ഈസ് 6,250. അതായത് എന്ത് ചെയ്തതാണ്? 6,500ൽ നിന്നും 100ഉം 150ഉം ഡിഡക്റ്റ് ചെയ്തപ്പോൾ നമുക്ക് കയ്യിലിന് ബാക്കിയുള്ള ബാലൻസ് എന്ന് പറയുന്നത് 6,250. ഇതെവിടോട്ട് പോവും? ബാലൻസ് ഷീറ്റിൽ ഷെഡ്യൂൾ 6 റിസർവ് ആൻഡ് സർപ്ലസിൻ്റെ അണ്ടറിൽ കാണിക്കണം. ഓക്കെ, ഇതൊന്ന് ടോട്ടൽ ചെയ്തെടുക്കണം. ഇത് രണ്ടും ഈക്വൽ ആയിരിക്കണം. ഇവിടെ 6,500, ഇവിടെയും 6,500. അതായത് 100 + 150 + 6,250. ഇത്രയേ ഉള്ളൂ ജനറൽ ഇൻഷുറൻസ് കമ്പനിയുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രിപ്പറേഷൻ. ഓക്കെ, അപ്പോൾ ഇത് ഏകദേശം എന്തുപോലെ തന്നെ, ഏകദേശം അല്ല, ഒരുപോലെ സെയിം തന്നെ ആയിരുന്നു. ലൈഫ് ഇൻഷുറൻസ് കമ്പനിയുടെ പോലെ തന്നെയാണ് നിങ്ങളിവിടെയും ചെയ്യേണ്ടത്. ഒരു ചെറിയ വ്യത്യാസം ഇത്രയേ ഉള്ളൂ. ലൈഫ് ഇൻഷുറൻസിലായിരുന്നെങ്കിൽ പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് കൊണ്ട് നമ്മൾ നിർത്തുമായിരുന്നു. പിന്നീട് ഈ സർപ്ലസ് പ്രോഫിറ്റിനെ അപ്രോപ്രിയേഷൻ അണ്ടറിലായിരുന്നു എഴുതുന്നത്. ഇവിടെ ഒരു ചെറിയ വ്യത്യാസം. എന്ത് ചെയ്യും? പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് കഴിഞ്ഞ ഈ വർഷത്തെ പ്രോഫിറ്റിൻ്റെ കൂടെ തന്നെ നമ്മൾ എന്തിനേയും കൂടെ അങ്ങ് ഇൻക്ലൂഡ് ചെയ്യും. പ്രീവിയസ് ഇയേഴ്സിൽ എന്തെങ്കിലും പ്രോഫിറ്റ് റിമൈൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അതും കൂടെ അങ്ങ് ആഡ് ചെയ്തെടുക്കുകയാണ്. അതിനുശേഷം അപ്രോപ്രിയേഷൻസ് ചെയ്തു പോകും. ഓക്കെ, തന്നെ ഒന്ന് വർക്കൗട്ട് ചെയ്ത് നോക്കുക. ചിലപ്പോൾ ചോദിക്കാം എക്സാമിന് ജനറൽ ഇൻഷുറൻസിൽ നിന്നുള്ള P&L.